പുതിയ തലമുറയ്ക്കായാലും പഴയ തലമുറയ്ക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പലഹാരമാണല്ലേ ഈ അട. അപ്പോൾ നമുക്ക് 5 വലിയ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിളപ്പിച്ച വെള്ളം കുറച്ചീശ ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. സ്പൂൺ വെച്ച് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ. 2 മുറി തേങ്ങ നമുക്കൊന്ന് ചിരകിയെടുത്ത് വയ്ക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ശർക്കര ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 4 ഏലക്കായ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഇലയിലേക്ക് മാവ് കനം കുറച്ച് പരത്തി വയ്ക്കാം. അതിലേക്ക് നമുക്ക് തേങ്ങയുടെ മിക്സ് ചേർക്കാം. അതിനുശേഷം ഇല മടക്കി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ നാളികേരവും ശർക്കരയും പഴത്തിൻ്റെയും കോമ്പിനേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ.